ലോകം മുഴുവൻ ഇന്ന് ക്രിസ്മസ് ആഘോഷങ്ങളുടെ തിരക്കിലാണ്. എന്നാൽ യേശു പിറന്ന ബത്ലഹേമിൽ ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങളൊന്നുമില്ല. ബത്ലഹേമിലെ യേശുവിൻ്റെ തിരുപ്പിറവി ദേവാലയത്തിന് മുന്നിൽ 2 ഫലസ്തീൻ കലാകാരികൾ ഒരുക്കിയ ഇൻസ്റ്റലേഷൻ പറയും അതിനുള്ള മറുപടി. ഉണ്ണിയേശു ഇന്നായിരുന്നു പിറന്നിരുന്നെങ്കിൽ അത് പുൽക്കൂടിലായിരിക്കില്ല, പകരം അതൊരു ഇൻക്യുബേറ്ററിലായിരിക്കും. ഗർഭിണികളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നെടുക്കുന്ന ഇസ്രായേൽ ക്രൂരതയുടെ നേർസാക്ഷ്യമാണ് ഇൻക്യുബേറ്ററിലെ ഉണ്ണിയേശു എന്ന ഇൻസ്റ്റലേഷൻ. ഫലസ്തീൻ കലാകാരി റാണ ബിഷാരയും ശില്പി സന ഫറ ബിഷാരയും ചേർന്നാണ് ഈ ശില്പം തയ്യാറാക്കിയിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിലെ ബത്ലഹേമിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റിക്ക് പുറത്താണ് വെള്ളി വെളിച്ചം നിറഞ്ഞ ഇൻക്യുബേറ്റർ സ്ഥാപിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ ചുവപ്പും വെള്ളയും കലർന്ന കുഫിയയിലാണ് യേശുവിന്റെ വെങ്കല പ്രതിമ കിടത്തിയിട്ടുള്ളത്. കള്ളിച്ചെടിയുടെ പായയിലാണ് യേശുവിന്റെ രൂപം കിടത്തിയിരിക്കുന്നതെന്ന് കലാകാരിയായ ബിഷാര പറയുന്നു. കാരണം കള്ളിച്ചെടി ഫലസ്തീന്റെ പ്രതീകമാണ്. അൽഷിഫ ആശുപത്രിയിൽ മരണമടഞ്ഞ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആദരമായാണ് ഈ കലാസൃഷ്ടി. ഈ രാത്രിയാണ് യേശു ജനിച്ചതെങ്കിൽ യുദ്ധം കാരണം ഒരുപക്ഷെ യേശു മരിച്ചേക്കുമെന്നും ബിഷാര പറയുന്നു. അൽ ഷിഫയിൽ വൈദ്യുതിയും മരുന്നുകളും ലഭിക്കാതെ 8 മാസം പോലും തികയാത്ത നിരവധി കുഞ്ഞുങ്ങളാണ് മരിച്ചതെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. യേശു ജനിച്ച മണ്ണിൽ സമാധാന സന്ദേശം മരിച്ചുവെന്നും യുദ്ധക്കെടുതിയിലുള്ള സഹോദരങ്ങൾക്കൊപ്പം ചേർന്നു നിൽക്കുന്നു എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്മസ് സന്ദേശത്തിൽ അറിയിച്ചത്. ഈ രാവിൽ നമ്മുടെയെല്ലാം ഹൃദയം ബത്ലഹേമിലാണ്. അർത്ഥശൂന്യമായ ഈ യുദ്ധത്തിൽ ആയുധങ്ങളുടെ ഏറ്റുമുട്ടലിലൂടെ സമാധാനത്തിന്റെ രാജകുമാരൻ വീണ്ടും തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും മാർപ്പാപ്പ പറയുന്നു. എല്ലാ വർഷവും യേശുവിന്റെ പിറവി ആഘോഷിക്കാൻ വിശ്വാസികളുടെ ഒഴുക്കായിരുന്നു ബത്ലഹേമിൽ അനുഭവപ്പെടാറുള്ളത്. എന്നാൽ ഇത്തവണ വെറും പ്രാർത്ഥനാ ചടങ്ങുകൾ മാത്രമാണ് നഗരത്തിലുള്ളത്. ആയിരങ്ങൾ എത്താറുള്ള ചർച്ച് ഓഫ് നേറ്റിവിറ്റിയും വിജനമാണ്. ഗസയിൽ നിന്ന് 70ഓളം കിലോമീറ്റർ ദൂരമാണ് ബത്ലഹേമിലേക്കുള്ളത്. യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ ബത്ലഹേമിൽ ഇസ്രായേൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു. പലപ്പോഴും ബത്ലഹേമിലെ ജനങ്ങളെയും ഇസ്രായേൽ സൈന്യം തടഞ്ഞു വെച്ചിരുന്നു. യേശുവിന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ 70 വർഷങ്ങൾക്ക് മുമ്പ് 86% ക്രൈസ്തവരായിരുന്നു. 1948 യുദ്ധത്തിന് ശേഷം ക്രൈസ്തവരുടെ എണ്ണം കുറഞ്ഞു. 2017 ഫലസ്തീൻ അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം, ഗസ എന്നിവിടങ്ങളിലായി 47,000 ക്രൈസ്തവരാണുള്ളത്. വെസ്റ്റ് ബാങ്കിലാണ് 98% താമസിക്കുന്നത്. ഗസയിൽ 1000ഓളം പേർ ഉൾപ്പെടുന്ന ക്രൈസ്തവരുടെ ചെറിയ സമൂഹമുണ്ട്. ഗസയിലെ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായാണ് ആഘോഷങ്ങൾ ഉപേക്ഷിച്ചതെന്നാണ് സഭാ നേതാക്കളും സിറ്റി കൗൺസിലും അറിയിക്കുന്നത്. ബത്ലഹേമിലെ ജനതയ്ക്ക് ഗസയിൽ കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഫലസ്തീനികളോട് ഞങ്ങൾക്ക് ഐക്യപ്പെടാതിരിക്കാനാവില്ലെന്നും അവർ പറയുന്നു. അതേസമയം ക്രിസ്മസ് രാവിലും ഇസ്രായേൽ കൂട്ടക്കുരുതിക്ക് കുറവൊന്നും ഉണ്ടായിട്ടില്ല. മധ്യ ഗസയിലെ അൽ മഗാസി ക്യാമ്പിലുണ്ടായ വ്യോമാക്രമണത്തിൽ 70 പേരും ഖാൻ യൂണിസിൽ 28 പേരുമാണ് കൊല്ലപ്പെട്ടത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അഭയാർത്ഥി ക്യാമ്പാണ് അൽ മഗാസി. പലായനം ചെയ്യുന്നവർക്കായി ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി സ്ഥാപിച്ച ക്യാമ്പാണിത്. സുരക്ഷിതമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞിരുന്ന ആയിരങ്ങൾക്ക് മേലാണ് ഇസ്രായേൽ ഇന്നലെ ആക്രമണം നടത്തിയത്.